ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ലേണേഴ്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന രൂപീകരണം മൂലം കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം SSLCക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നൊരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രം. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് തന്നെയാണ്. ഈ റിയാക്ടിവിറ്റി സീരീസ് അറിഞ്ഞ് പഠിച്ചാൽ ബാക്കി നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മെയിനായിട്ടുള്ള ഈ 4 പോയിൻറ്റ്സും കൂടി പറഞ്ഞ് ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ നമുക്ക് റിയാക്ടിവിറ്റി സീരീസിലേക്ക് പോകാം. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ റിയാക്ഷന് അനുസരിച്ച് കൊടുത്തതാണ്. മെറ്റലിൻ്റെ രാസപ്രവർത്തനം അനുസരിച്ചിട്ടാണ് റിയാക്ടിവിറ്റി സീരീസ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നതാണ് പൊട്ടാസ്യം. അപ്പോൾ ക്രിയാശീലം കൂടിയതാണ് ഏറ്റവും മുകളിലുണ്ടാവുക. താഴോട്ട് പോകുന്തോറും ക്രിയാശീലം കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്നതാണ് AU ഓറം അഥവാ ഗോൾഡ്. ഫസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയണ്, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജൻ ഒരു മെറ്റലല്ല, പക്ഷേ ഒരു നോൺ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൈഡ്രജന് പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ഹൈഡ്രജൻ്റെ മുകളിലോട്ട് പോകുന്തോറും ക്രിയാശീലം കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു ബോർഡറാണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഹൈഡ്രജൻ്റെ മുകളിലോട്ട് പോകുന്തോറും ഇവക്ക് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ്റെ താഴോട്ട് പോകുന്തോറും ഇവയൊന്നും എന്ത് ചെയ്യുന്നില്ല? ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം മുകളിലോട്ട് പോകുന്തോറും എന്താണ്? ക്രിയാശീലം കൂടി വരികയാണ്. താഴോട്ട് പോകുന്തോറും ക്രിയാശീലം കുറയുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതാണ് പൊട്ടാസ്യം, അതിനേക്കാളും കുറവാണ് സോഡിയം. അങ്ങനെ താഴോട്ട് പോകുന്നത് ഏറ്റവും പ്രവർത്തിക്കാത്തതാണ് ഗോൾഡ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളൊരു ഭാഗത്തേക്ക് തന്നെ പോവാം. 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അഥവാ മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, മെറ്റൽ റിയാക്ട് വിത്ത് എയർ, മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ, ലോഹം ജലവുമായിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോഡിയം, മഗ്നീഷ്യം, അയണ്, ഗോൾഡ്. ഇപ്പോൾ സോഡിയത്തെ സംബന്ധിച്ചിടത്തോളം ക്രിയാശീലം കൂടുതലാണ് സോഡിയത്തിന്. അപ്പോൾ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം സോഡിയം തണുത്ത ജലമായിട്ടും പ്രവർത്തിക്കും, ചൂട് ജലമായിട്ട് പ്രവർത്തിക്കും. മഗ്നീഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹോട്ട് വാട്ടർ മാത്രം. ഇനി അയണിനെ സംബന്ധിച്ചിടത്തോളം ഹോട്ട് വാട്ടർ മാത്രം. ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യുന്നില്ല? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഹൈഡ്രജൻ്റെ മുകളിലോട്ട് പോകുന്തോറും ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം കൂടുന്നുണ്ട്. ഇവിടെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നില്ല. കാരണം റിയാക്ടിവിറ്റി സീരീസ് ഏറ്റവും കുറഞ്ഞതാണ് ഗോൾഡ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടറിൽ സോഡിയം, മഗ്നീഷ്യം, അയണ്, ഗോൾഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ സോഡിയത്തിനാണ്. കാരണം ക്രിയാശീലം ഏറ്റവും കൂടുതലുള്ളത് സോഡിയത്തിനാണ്. ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ ഗോൾഡിനാണ്. കാരണം ക്രിയാശീലം ഏറ്റവും കുറവുള്ളത് ഗോൾഡിനാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെറ്റൽ റിയാക്ട് വിത്ത് എയർ അഥവാ അന്തരീക്ഷ വായുമായിട്ടുള്ള പ്രവർത്തനം. ഞാനിവിടെ നിങ്ങൾക്ക് തന്ന എക്സാമ്പിൾ സോഡിയം, അയൺ, ഗോൾഡ്. ഇപ്പോൾ സോഡിയം ക്രിയാശീലം കൂടുതലാണ്. അയൺ സോഡിയത്തെക്കാളും ക്രിയാശീലം കുറവാണ് അയൺ. അയണിനേക്കാളും ക്രിയാശീലം കുറവാണ് ഗോൾഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്പിൾ ഒന്ന് ചെത്തിക്കഴിഞ്ഞാൽ, ആപ്പിൾ കുറച്ച് നേരം അന്തരീക്ഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ലെസ്റ്റർ അഥവാ അതിൻ്റെ തിളക്കം കുറഞ്ഞു പോകുന്നതായിട്ട് കാണും. എന്ന് പറയുന്ന പോലെയാണ് ലോഹങ്ങൾ. അഥവാ സോഡിയത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തിളക്കം കുറയാൻ സാധ്യതയുള്ളതാണ് സോഡിയം. കാരണം സോഡിയത്തെ ഒന്ന് കട്ട് ചെയ്താൽ മതി, അത് പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻ നടന്നിട്ട്, കാരണം റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് റിയാക്ഷൻ സ്പീഡ് കൂടുതലാണ്. ഇനി അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നു. അഥവാ കൊറോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ വീടിൻ്റെ ജനവാതിലൊക്കെ തുരുമ്പിക്കാൻ കാരണം പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കൂല. ഒരു സാവധാനം അഥവാ അന്തരീക്ഷത്തിലുള്ള ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും. ഇപ്പോൾ വീട്ടിലെ ഇരുമ്പ് തുരുമ്പിക്കാൻ കാരണം മെയിനായിട്ടുള്ളതാണ് H2O. ഓക്കെ, അതിന് കാരണം എന്താ ചോദിച്ചാൽ H2O കുറച്ച് വന്നാൽ പോരാ, കൂടുതൽ പ്രവർത്തനം
ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കൊള്ളൂ. നേരെ മറിച്ച് സോഡിയത്തിൽ കുറച്ചായി കഴിഞ്ഞാൽ മതി. കൂടുതൽ ജലം പറ്റണമെന്നില്ല, സോഡിയം ആരുമായിട്ട് പ്രവർത്തിച്ചാൽ മതി, ഓക്സിജനായിട്ട് പ്രവർത്തിച്ചാലും മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള H2O, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഇവ മൂന്നുമായിട്ട് കൂടിച്ചേർന്നാലും ഇവയുടെ മെറ്റാലിക് ലെസ്ചർ കുറയുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. ഇപ്പോൾ മെറ്റൽ ഇവിടെ ഞാൻ 2 മെറ്റൽ തന്നിട്ടുണ്ട്, മഗ്നീഷ്യം തന്നിട്ടുണ്ട്, സിങ്ക് തന്നിട്ടുണ്ട്. ഇപ്പം മഗ്നീഷ്യം ആസിഡുമായിട്ട് പ്രവർത്തിക്കുക പൊതുവെ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യം പ്ലസ് HCl ഗീവ്സ് MgCl2 പ്ലസ് H2. അടുത്ത് സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. ഇവരൊക്കെ ആരെ റിലീസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതും ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജൻ മുകളിലുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെന്ത് ഗോൾഡ് റിലീസ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് അതിലെന്താണ്? കോപ്പർ നോട്ട് റിലീസ്ഡ് ഇൻ ഹൈഡ്രജൻ. കാരണം ഹൈഡ്രജന് താഴെ വരുന്നതാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവ ആസിഡുമായിട്ടും പ്രവർത്തിക്കൂല, വാട്ടറുമായിട്ടും പ്രവർത്തിക്കൂല, എയറുമായിട്ടും പ്രവർത്തിക്കൂല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ ചാപ്റ്ററിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകാം. ആകെ നമ്മളെ ചാപ്റ്ററിൽ ഈ 4 കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദേശ രാസപ്രവർത്തനം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗാൽവനിക് സെൽ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. നാലാമത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം 2 തരത്തിലാണ്. ഒന്ന് മോൾട്ടേൺ സൊല്യൂഷൻ അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡ്, മറ്റേത് സാധാ സോഡിയം ക്ലോറൈഡ്. അത് നമുക്ക് വെച്ച് ഇവിടുന്ന് തന്നെ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മൾ പഠിക്കുകയാണ്. ആകെ ഈ 4 കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആരെ പോകാം? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ഡിസ്പ്ലേസ്ഡ് ലോവർ റിയാക്റ്റീവ് മെറ്റൽ അഥവാ ക്രിയാശീലം കൂടിയ ലോഹം എപ്പോഴും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെയാണ് ആദേശം ചെയ്യുക. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അഥവാ ഡിസ്പ്ലേസ്ഡ് ലോവർ റിയാക്റ്റീവ് മെറ്റൽ. ക്രിയാശീലം കൂടിയ ലോഹം എപ്പോഴും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുക അഥവാ ആദേശം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർക്കാനുള്ളതാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. പിന്നെ മെയിനായിട്ട് ഓർക്കേണ്ടതാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അതിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇത് തന്നിട്ടുണ്ട്. ഈ സിമ്പിൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ ഏകദേശം സെറ്റാവും. എ ഗീവ്സ് A2 പ്ലസ് 2 ഇലക്ട്രോൺ. നിരോക്സീകരണം B2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് B. അഥവാ എൻ്റെ സ്ഥാനത്ത് മഗ്നീഷ്യം വരാം, സിങ്ക് വരാം, എന്തും വരാം. അവിടെ ഇപ്പോൾ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ Zn കൊടുക്കാം, ഇവിടെ Zn2+. ഇനി ഇവിടെ മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം 2+ ഗീവ്സ് +2 ഇലക്ട്രോൺ Mg. അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആസ് യുവർ വിഷ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. ഇവിടെ ഒരു ബീക്കർ തന്നിട്ടുണ്ട്. ഈ ബീക്കറിൽ ഞാൻ ഇട്ട് വെച്ച മെറ്റൽ എന്ന് പറഞ്ഞാൽ സിങ്കാണ്. ഏത് ലായനിയിലാണ് ഇട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റിലാണ്. സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിലുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ റിയാക്ടിവിറ്റി സീരീസ് ഇത്രയും പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്കറിയാം ക്രിയാശീലം കൂടിയത് അഥവാ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ സിങ്കിനാണ്. റിയാക്ടിവിറ്റി ഏറ്റവും കുറവ് ഇവിടെ കിടക്കുന്ന കോപ്പറിനാണ്. ഇവ തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Zn പ്ലസ് CuSO4. Zn അഥവാ സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് കൂടിച്ചേർന്ന് ആരാദേശം ചെയ്യാണ്? കോപ്പറിനെ ആദേശം ചെയ്യാണ്. സൾഫേറ്റ് നോക്കണ്ട, അവിടെയുള്ള മെറ്റൽ കോപ്പറാണ്. സിങ്ക് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്യും. അപ്പം കോപ്പറിൻ്റെ ബ്ലൂ കളർ സിങ്കുമ വന്ന് ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പോൾ നോക്കുക, Zn പ്ലസ് CuSO4 കോപ്പറിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു. അങ്ങനെ സിങ്ക് ആരുടെ അടുത്തേക്ക് പോകും? SO4ൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ZnSO4 പ്ലസ് Cu. ഇനി വേറെ എക്സാമ്പിൾ, ഇപ്പോൾ മഗ്നീഷ്യം ആണെന്ന് വെക്കുക. മഗ്നീഷ്യം പ്ലസ് CuSO4 അതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം SO4 അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് പ്ലസ് Cu. ആരാണോ റിയാക്ടിവിറ്റി കൂടിയത് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനാണ്. ഇനി നമുക്കിവിടെ ഓക്സിഡേഷൻ ആർക്കാണ്, റിഡക്ഷൻ ആർക്കാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ നോക്കാം.
അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ സിങ്കിനാണ്. കാരണം ക്രിയാശീലം കൂടുതൽ സിങ്കിനാണ്, ക്രിയാശീലം കുറവ് കോപ്പറിനാണ്. അപ്പോൾ ക്രിയാശീലം കൂടിയതിനെ എന്ത് നടക്കുള്ളൂ? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. നോക്കുക, സിങ്കിനാണ് ഓക്സീകരണം നടക്കുക. സിങ്ക് ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്നവർക്ക് നോക്കുക, ആരോ കണ്ട ഫസ്റ്റ് ആരോ കണ്ട നമുക്ക് ഉറപ്പിക്കുക അത് ഓക്സീകരണമാണ് അഥവാ ഓക്സിഡേഷൻ. സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് അഥവാ 2 ഇലക്ട്രോൺ. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ സിങ്ക് ആവാൻ പോകുന്നതാണ് Zn2+. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് Zn2+ ആയി മാറി. ഇനിയിപ്പോൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നമ്പർ മാറി വരാം. ഓക്കെ, ഇനി നിരോക്സീകരണം. അപ്പോൾ സിങ്കിൻ്റെ കേസിൽ 2+ ആണ്. സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ ഇലക്ട്രിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 281. അപ്പോൾ 1 ആണ് അതിൻ്റെ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ, അഥവാ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ സിങ്കിൻ്റെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം Zn2+ ആണ്, കോപ്പറും 2+ ആണ്, മഗ്നീഷ്യം 2+ ആണ്. ഓക്കെ, ഇനി ഇതിൽ ആർക്കാണ് റിഡക്ഷൻ? കോപ്പറിനാണ്. കാരണം ക്രിയാശീലം കുറഞ്ഞതാണ് ആര്? കോപ്പർ. അപ്പോൾ ക്രിയാശീലം കുറഞ്ഞത് കൊണ്ട് തന്നെ കോപ്പർ അഥവാ Cu2+ കോപ്പർ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് സിങ്കിൻ്റെ. എത്ര ഇലക്ട്രോണാണ് സിങ്കിൻ്റെ സ്വീകരിക്കുന്നത്? 2 ഇലക്ട്രോൺ. അപ്പോൾ Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ശ്രദ്ധിക്കുക, സിങ്ക് എന്ന് പറഞ്ഞൊരു ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ എന്ന് പറഞ്ഞ ഒരു അയോണായിട്ട് മാറി. കാരണം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയാശീലം കൂടുതലുള്ളതിനാണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയാശീലം കുറവുള്ളതാണ്. അപ്പോൾ Cu2+, സിങ്കിനേക്കാളും ക്രിയാശീലം കോപ്പറിനാണ്. അപ്പോൾ Cu2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ചു. അപ്പോൾ Cu2+ എന്നുള്ള അയോൺ എന്തായിട്ട് മാറി? ആറ്റം അയോണായിട്ട് മാറും. അയോൺ എന്തായിട്ട് മാറും? ആറ്റമായിട്ട് മാറി. ഇവിടെ Z എന്ന് പറഞ്ഞ ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അയോണായി. ഇവിടെ Cu2+ എന്ന് പറഞ്ഞ അയോൺ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് ആറ്റമായിട്ട് മാറി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ ഓക്സീകരണം നടക്കുന്നുണ്ട്, നിരോക്സീകരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ അങ്ങനെ ചോദിച്ചേക്കാം, ആദേശരാസപ്രവർത്തനം ഒരു ഡാഷ് പ്രവർത്തനമാണ്. ആദേശരാസപ്രവർത്തനത്തിൽ ഓക്സീകരണം നടക്കുന്നുണ്ട്, നിരോക്സീകരണം നടക്കുന്നുണ്ട്. സോ ആസ് ആദേശരാസപ്രവർത്തനം ആസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇനി ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ സിങ്കും കോപ്പർ സൾഫേറ്റും തമ്മിലുള്ളതാണ് ഞാനിവിടെ തന്നത്. ഇപ്പോൾ സിങ്ക് പ്രവർത്തനത്തിന് മുമ്പ് Zn ആയിരുന്നു, അഥവാ വെറും ആറ്റം. ഇനി പ്രവർത്തനത്തിന് മുമ്പ് കോപ്പർ എന്ന് പറഞ്ഞാൽ Cu2+. ഓക്കെ, ഇനി പ്രവർത്തനത്തിന് ശേഷം സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തത് കൊണ്ട് സിങ്ക് എന്തായിട്ട് മാറി? Zn2+. കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചതിനാൽ Cu എന്നായിട്ട് മാറി. ഈ ഓക്സീകരണം നിരോക്സീകരണമാണ് നിങ്ങൾ ഗാൽവാനിക് സെല്ലിലും അതുപോലെ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു റിയാക്ടിവിറ്റി സീരീസ് പഠിച്ച കുട്ടിക്ക് എന്തായാലും ഓക്സീകരണം നിരോക്സീകരണം ചെയ്യാൻ വളരെയധികം സാധിക്കുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഇനി ഗാൽവാനിക് സെല്ലിലും വൈദ്യുതലേപനത്തിലേക്കും പോകുന്നതിന് മുമ്പ് ഡിസ്പ്ലേസ്മെൻറ്റിലെ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ തരാം. നോക്കുക, അലുമിനിയം മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ സൾഫേറ്റ് എവിടെ നിൽക്കട്ടെ? അലുമിനിയം മഗ്നീഷ്യം. അലുമിനിയത്തെക്കാളും ക്രിയാശീലം കൂടുതലാണ് മഗ്നീഷ്യത്തിന്. പക്ഷേ മഗ്നീഷ്യം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയതേ മുകളിൽ കൊടുക്കുള്ളൂ. അപ്പോൾ ക്രിയാശീലം കുറഞ്ഞതാണ് അലുമിനിയം. അതുകൊണ്ട് ഇവിടെ കനോട്ട് ടേക്സ് പ്ലേസ്. ഇവിടെ എന്ത് നടക്കില്ല? ആദേശ രാസപ്രവർത്തനം നടക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, മഗ്നീഷ്യം കോപ്പർ സൾഫേറ്റ്. ഇവിടെ മഗ്നീഷ്യം തന്നിട്ടുണ്ട്, കോപ്പർ ഇതാ ഇവിടെ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ അഥവാ ക്രിയാശീലം കൂടുതലെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിനാണ്. ക്രിയാശീലം കുറവ് എന്ന് പറഞ്ഞാൽ കോപ്പറിനാണ്. അപ്പോൾ ഇതിലെ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സീകരണം. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾ അഥവാ മഗ്നീഷ്യം ഇലക്ട്രോണിനെ കൊടുക്കും കോപ്പറിന്. അഥവാ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം
കുറഞ്ഞ ലോഹത്തെയാണ് ആദേശം ചെയ്യുക. ഇവിടെ ക്രിയാശീലം കൂടിയ ലോഹം മഗ്നീഷ്യമാണ്, ക്രിയാശീലം കുറഞ്ഞത് കോപ്പറാണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ വിലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ Zn2+, Cu2+, Mg2+, എല്ലാത്തിനും 2+ ആവണമെന്നില്ല. അപ്പോൾ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികൾ തെറ്റിക്കണതാണ്. സിൽവറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ +1 ആണ്. കുട്ടികളത് Ag എന്ന് അങ്ങനെ എഴുതും. സിൽവർ എഴുതുമ്പം 2Ag എന്ന് അത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനനുസരിച്ച് കൊടുക്കാം. Fe2+. ഇനിയിപ്പോൾ സോഡിയത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞു, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ 281 1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കുക, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. നോക്കുക, മഗ്നീഷ്യത്തിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, 12 ആണ്. 282. അപ്പോൾ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ Mg ഇലക്ട്രോണ് വിട്ടുകൊടുക്കുന്നവർക്ക് ആരോയാണ്. ഫസ്റ്റ് ആരോ വരുന്നതൊക്കെ എന്താണ്? ഓക്സീകരണം അഥവാ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതിനാൽ Mg2+ വരാൻ കാരണം 2 ഇലക്ട്രോണിന് കൊടുത്തത് കൊണ്ട്. ഇനി റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോപ്പർ, അഥവാ ഇതിൽ റിയാക്ടിവിറ്റി കുറവാണ് കോപ്പർ. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ. കോപ്പർ മഗ്നീഷ്യത്തിൽ നിന്നും +2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചതിനാൽ Cu എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. അപ്പോൾ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, Mg2+ ആയിട്ട് മാറി. കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ എന്നൊരു ആറ്റമായിട്ട് മാറി. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ മാർക്ക് വാങ്ങാം. SSLCക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഗാൽവാനിക് സെല്ലും. ഇനി ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുതാൻ പോകുന്നത്. നോക്കുക, Mg മഗ്നീഷ്യം പ്രവർത്തനത്തിന് മുമ്പ് ആറ്റമായിരുന്നു, പ്ലസ് കോപ്പർ അഥവാ Cu2+ എന്ന് പറഞ്ഞൊരു അയോൺ ആയിരുന്നു. ഇനി പ്രവർത്തനത്തിന് ശേഷം Mg അഥവാ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് Mg2+ ആയി, പ്ലസ് കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചതിനാൽ C2+ എന്ന് പറഞ്ഞത് Cu എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് ആദേശ രാസപ്രവർത്തനം. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹം എപ്പോഴും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെയാണ് ആദേശം ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗാൽവനിക് സെല്ലും ഇലക്ട്രോപ്ലേറ്റിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുതവിശ്ലേഷണം. ഇപ്പോൾ നമുക്ക് ഗാൽവാനിക് സെല്ലിലേക്ക് കടക്കാം. ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി അഥവാ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നതിനാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക, ഇവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് അഥവാ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക്. ഇവിടെ ആനോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, കാഥോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇവിടെ ശ്രദ്ധിക്കുക, 2 ബീക്കർ എടുത്തിട്ടുണ്ട്. 2 ബീക്കറിലും 2 ദണ്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്ത ദണ്ടാണ് സിങ്ക്, ഇവിടെ എടുത്ത ദണ്ടാണ് കോപ്പർ. ഇവിടെ 2 ദണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടൊരു മീറ്റർ വെച്ചിട്ടുണ്ട്. ആ മീറ്ററിൻ്റെ പേരാണ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്ററിൻ്റെ ഇടതുവശത്ത് അഥവാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആനോഡ്, റൈറ്റ് സൈഡിൽ വലതുവശത്ത് കാണുന്നതാണ് കാഥോഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇടതും വലതും അഥവാ ക്രിയാശീലം കൂടിയ ലോഹം എപ്പോഴും ആനോഡിൻ്റെ ഭാഗത്തേക്കാരം, ക്രിയാശീലം അഥവാ റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡിൻ്റെ ഭാഗത്തേക്കാരം. ഇവിടെ നോക്കുക, സിങ്ക് ആണ്, സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് കോപ്പർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിങ്ക് ആണ് ഇവിടെ റോഡ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഏതെടുക്കണം? സിങ്ക് സൾഫേറ്റ് എടുക്കുക. ഓക്കെ, ഇനി കാഥോഡിൻ്റെ ഭാഗത്ത് ഇവിടെ തന്നിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇനി 2 ബീക്കറിലെയും ഇവിടെ സാൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനാണ് അവിടെ സാൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. 2 റോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട്. വോൾട്ട് മീറ്ററിൻ്റെ ഇവിടെ ആനോഡാണ്, ഇവിടെ
കാഥോഡാണ്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഒരുപാട് കുട്ടികൾ തെറ്റിക്കണതാണ് ഈ ഭാഗം. അഥവാ ഇലക്ട്രോളിസിസ് ആനോഡിൻ്റെ ചാർജ് അഥവാ വൈദ്യുതവിശ്ലേഷണത്തിൽ ആനോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവുമാണ്. എന്നാൽ ഗാൽവാനിക് സെല്ലിൽ ആനോഡിൻ്റെ ഭാഗത്ത് നെഗറ്റീവും കാഥോഡിൻ്റെ ഭാഗത്ത് പോസിറ്റീവുമാണ്. ഓക്കെ, ഇനി ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓക്സിഡേഷനും റിഡക്ഷനുമാണ്. അഥവാ ക്രിയാശീലം കൂടിയത് ആനോഡിൻ്റെ ഭാഗത്ത് എന്ത് നടക്കുള്ളൂ? ഓക്സിഡേഷൻ. ഇവിടെ ആനോഡിൻ്റെ ഭാഗത്ത് ആരാണ്? സിങ്ക് ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാഥോഡിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കോപ്പറാണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിനാണ്. അപ്പോൾ ഓക്സീകരണം ഓക്സിഡേഷൻ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. ഓക്സിഡേഷൻ അഥവാ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് സിങ്കിൻ്റെ അഥവാ Zn2+ എന്നായിട്ട് മാറും. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ Zn2+. അഥവാ സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അപ്പം Zn2+ ആയിട്ട് മാറി. ഇനി റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കോപ്പറിനാണ്. 2 ഇലക്ട്രോൺ സിങ്ക് വിട്ടുകൊടുക്കും, അത് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ Cu2+. കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം കോപ്പറിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Cu2+ + 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞ ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ എന്ന് പറഞ്ഞ അയോണായിട്ട് മാറി. Cu2+, കോപ്പർ 2+ എന്ന അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cu എന്ന് പറഞ്ഞ ഒരു ആറ്റമായിട്ട് മാറി. ഇനി ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷനാണ് ഇവിടെ എഴുതുന്നത്. ശരിക്കും ശ്രദ്ധിക്കാം. റിഡോക്സ് പ്രവർത്തനത്തിന് മുമ്പ് സിങ്ക് ഒരു ആറ്റമായിരുന്നു. പ്രവർത്തനത്തിന് മുമ്പ് Cu അഥവാ കോപ്പർ എന്ന് പറഞ്ഞാൽ Cu2+ എന്ന് പറഞ്ഞ അയോണായിരുന്നു. ഇനി പ്രവർത്തനത്തിന് ശേഷം സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതിനാൽ Zn2+. പ്രവർത്തനത്തിന് ശേഷം കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചതിനാൽ Cu എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. ഇതാണ് ഇതിൻ്റെ റിഡോക്സ് പ്രവർത്തനം. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി അഥവാ രാസോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഇതിൻ്റെ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഫ്ലോ. അഥവാ ആനോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും കാഥോഡിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവുമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടി വരച്ച ചിത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇവിടെ നെഗറ്റീവിൻ്റെ ഭാഗത്ത് പോസിറ്റീവ് അങ്ങനെയൊക്കെ തന്നേക്കാം. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിലും ഇതിൻ്റെ അഥവാ ആനോഡിൻ്റെ ഭാഗത്ത് പോസിറ്റീവാണ്. ഗാൽവാനിക് സെല്ലിൽ ആനോഡിൻ്റെ ഭാഗത്ത് നെഗറ്റീവാണ്. കാഥോഡിൻ്റെ ഭാഗത്ത് സെല്ലിൽ പോസിറ്റീവും വൈദ്യുത വിശ്ലേഷണത്തിൽ അവിടെ നെഗറ്റീവുമാണ്. അപ്പോൾ അത് മാറാൻ പാടില്ല. ഇനി അടുത്തതാണ് വൈദ്യുത ലേപനം. വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരു ലോഹം മറ്റൊരു ലോഹത്തെ ആവരണം ചെയ്യുക, അഥവാ ചെമ്പ് പൂശ ഇരുമ്പ് പൂശ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അഥവാ ഒരു ലോഹം മറ്റൊരു ലോഹത്തെ ആവരണം ചെയ്യുന്നതിനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ആനോഡിൻ്റെ ഭാഗത്ത് നോക്കുക, കോപ്പറാണ്. അഥവാ പോസിറ്റീവ് ഭാഗത്ത് കോപ്പർ, നെഗറ്റീവായിട്ട് തന്നത് അയൺ ബാങ്കിൾ അഥവാ ഇരുമ്പ് വളം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഭാഗത്ത് കോപ്പറാണ്. അപ്പം ഏതാണോ ഇട്ടുവെച്ച റോഡ് അഥവാ ഇട്ടുവെച്ച ദണ്ട് അതിൻ്റെ സൊല്യൂഷനിലായിരിക്കണം അത്. അഥവാ കോപ്പർ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഏതായിരിക്കണം? കോപ്പർ സൾഫേറ്റ്. സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്. ഏതാണോ ഇട്ടുവെച്ച ദണ്ട് അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. ഇനി നെഗറ്റീവ് നിങ്ങൾ നോക്കേണ്ട. ഇവിടെ ഒരുപാട് കുട്ടികൾ തെറ്റിക്കണതാണ്. ഓക്സിഡേഷൻ കോപ്പർ കൊടുക്കും, റിഡക്ഷൻ അയൺ കൊടുക്കും. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണമെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഏതാണോ ഇട്ടുവെച്ചതുണ്ട് അതിനായിരിക്കും ഓക്സീകരണം. ഏതാണോ ഇട്ടുവെച്ച സൊല്യൂഷൻ അതിനായിരിക്കും റിഡക്ഷൻ, നിരോക്സീകരണം. ഇവർ തമ്മിൽ പ്രവർത്തനം നടത്തിയിട്ടേ അത് പൂശുകയുള്ളൂ, അയൺമേൽ പൂശുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇട്ടുവെച്ച ദണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അപ്പോൾ കോപ്പറിനാണ് എന്ത് നടക്കുക? ഓക്സിഡേഷൻ. ഞാൻ പറഞ്ഞു ആനോഡിൻ്റെ ഭാഗത്ത് എന്ത് നടക്കുള്ളൂ? ഓക്സിഡേഷൻ. ശരിക്കും ശ്രദ്ധിക്കും. കോപ്പർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. Cu 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതിനാൽ Cu2+. ഓക്കെ,
ഇനി റിഡക്ഷൻ അഥവാ നിരോക്സീകരണം ഒരുപാട് കുട്ടികൾ ഞാൻ പറഞ്ഞു അയൺ ആയിരിക്കും ചെയ്ത അയൺ അല്ല. റിഡക്ഷൻ സംഭവിക്കുക പറഞ്ഞാൽ ഇതിലുള്ള ലായനീകീകരണം അഥവാ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ. അപ്പോൾ അതിലുള്ള റിഡക്ഷൻ Cu2+ +2 ഇലക്ട്രോൺ Cu2+ +2 ഇലക്ട്രോൺ അപ്പം Cu എന്ന് പറയും. അപ്പം കോപ്പർ എന്ന ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു Cu2+ എന്ന് പറഞ്ഞ അയോണായി. അഥവാ കോപ്പർ സൾഫേറ്റിലെ Cu2+ എന്നത് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ എന്ന ആറ്റമായിട്ട് മാറി. ഇനി വേറെ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ ഞാൻ കോപ്പറിന് പകരം ഇവിടെ സിങ്ക് കൊടുത്തു. സിങ്ക് കൊടുത്തതിനാൽ അതിൻ്റെ സൊല്യൂഷൻ ഏതായിരിക്കണം? സിങ്ക് സൾഫേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷനും റിഡക്ഷനും നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിനാണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റിലുള്ള ഈ സിങ്കിനാണ്. ശരിക്കും ശ്രദ്ധിക്കുക, സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് 2 ഇലക്ട്രോൺ. അപ്പം Zn2+. റിഡക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ലായനിയായിട്ടുള്ള സിങ്ക് സൾഫേറ്റ്. അപ്പം Zn2+ +2 ഇലക്ട്രോൺ ഗിവ്സ് Zn. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സിങ്ക് എന്ന് പറഞ്ഞ ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ എന്ന് പറഞ്ഞ അയോണായിട്ട് മാറി. ഇവിടെ റിഡക്ഷൻ Zn2+ എന്ന് പറഞ്ഞ അയോൺ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് സിങ്ക് എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. അപ്പോൾ ഗാൽവനിക് സെല്ലും ഇലക്ട്രോപ്ലേറ്റിങ്ങും കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം വൈദ്യുത വിശ്ലേഷണം. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ്, അഥവാ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞാൽ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുക, അഥവാ കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. എന്നാൽ ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ അഥവാ വൈദ്യുത എനർജി എന്തായിട്ട് മാറാണ്? രാസോർജമായിട്ട് മാറാണ്. ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു കെമിക്കൽ എനർജി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇലക്ട്രോളിസിസ് 2 തരമാണുള്ളത്. ഒന്ന് ഉരുകിയ സോഡിയം ക്ലോറൈഡ്, 2 സോഡിയം ക്ലോറൈഡ് ലായനി. ഇത് രണ്ടുമാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാനുള്ളത് കേട്ടോ. സോഡിയം ക്ലോറൈഡ് ലായനി, ഉരുകിയ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് ലായനി. അതിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കാം ഉരുകിയ സോഡിയം ക്ലോറൈഡ്. പൊതുവെ എക്സാമിന് കാണുന്ന വൈദ്യുത വിശ്ലേഷണത്തിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡ്. ഇവിടെ ഞാൻ ബീക്കറിലിട്ട് വെച്ച 2 റോഡുണ്ട്. ഒന്ന് പോസിറ്റീവ് റോഡുണ്ട്, ഒന്ന് നെഗറ്റീവ് റോഡും. പോസിറ്റീവിൽ പറയുന്ന റോഡിനെ പറഞ്ഞ പേരാണ് ആനോഡ്, നെഗറ്റീവ് റോഡിനെ പറഞ്ഞ പേരാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സോഡിയം ക്ലോറൈഡ് NaCl. സോഡിയം ക്ലോറൈഡിലൂടെ ഞാൻ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അഥവാ വൈദ്യുതോർജം എന്തായിട്ട് മാറുകയാണ്? രാസോർജമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു കെമിക്കൽ എനർജിയാണ് ഇലക്ട്രോളിസിസ്. ഗാൽവനിക്സിൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു കെമിക്കൽ എനർജി. ഇവിടെ കറണ്ട് കടത്തി വിടും. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ നടക്കുകയാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡിലൂടെ അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡിലൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ ഇവക്ക് ചാർജ് വന്നു. NAക്ക് വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, Clന് വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് NaF. ഇതിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? സോഡിയത്തിനാണ് എന്ത് വരിക? പോസിറ്റീവ്. നെഗറ്റീവ് വരികയാണ് രണ്ടാമത് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നത് സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിനാണ് പ്ലസ്, Clനാണ് മൈനസ് അഥവാ നെഗറ്റീവ് ചാർജ്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ. ഇത് അതുപോലെ തന്നെ പഠിച്ചു പോവുക. മറ്റുള്ള ചിലപ്പോൾ സിങ്ക് മാറാം, മഗ്നീഷ്യം അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, സോഡിയം ക്ലോറൈഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്, റിഡക്ഷൻ ആർക്കാന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ കറണ്ട് കടത്തിവിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും NAൻ്റെ ചാർജ് പോസിറ്റീവാണ്, Clൻ്റെ ചാർജ് നെഗറ്റീവാണ്. അഥവാ ഓപ്പോസിറ്റ് ചാർജ് തമ്മിൽ എന്തുണ്ടാവുള്ളൂ? അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പോസിറ്റീവ് തമ്മിലൊക്കില്ല, നെഗറ്റീവ് തമ്മിലൊക്കില്ല. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, Na+ ആരുമായിട്ട് അട്രാക്റ്റ് ചെയ്യൂ? വിപരീത ചാർജായ നെഗറ്റീവ് ചാർജായ കാഥോഡിലേക്ക്. അപ്പോൾ Na+ ഈ റോഡിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ Na+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവ് ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യും.
ഇനി Cl- എന്ന് പറഞ്ഞ നെഗറ്റീവ് ആരിലേക്ക് അട്രാക്ട് ചെയ്യും? പോസിറ്റീവായ ആനോഡിലേക്ക്. ഓക്കെ, അപ്പോൾ ആനോഡിൻ്റെ ഭാഗത്ത് വന്നതാണ് Cl-, കാഥോഡിൻ്റെ ഭാഗത്ത് വന്നതാണ് Na+. ഡിഫറെൻറ്റ് ചാർജസ് തമ്മിലാണ് അട്രാക്ഷൻ ഉണ്ടാവാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ Na+ നെഗറ്റീവുക്കും പോയി, Cl- പോസിറ്റീവുക്കും പോയി. ഇനി ഇപ്പോഴേ നോക്കി വെച്ചോ, എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനോഡിൻ്റെ ഭാഗത്താണ്, എപ്പോഴും റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കാഥോഡിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ആനോഡിൻ്റെ ഭാഗത്ത് ആരാണുള്ളത്? Cl ആണ്, അഥവാ ക്ലോറിൻ. കാഥോഡിൻ്റെ ഭാഗത്ത് ആരാണുള്ളത്? Na+. അപ്പോൾ ക്ലോറിനാണ് എന്ത് നടക്കുക? ഓക്സിഡേഷൻ. സോഡിയത്തിനാണ് എന്ത് നടക്കുക? റിഡക്ഷൻ. ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ Cl സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ ആവാൻ എപ്പോഴും എന്ത് വരണം? 2 വരണം. അപ്പോൾ നമ്മൾ 2Cl എടുക്കുക. 2Cl-, അഥവാ അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയാണ്. ഒരു Cl ആണെങ്കിൽ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുള്ളൂ. ഇവിടെ 2 Cl ഉണ്ടായത് കൊണ്ട് 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. അപ്പം 2 ഇലക്ട്രോൺ പ്ലസ് അപ്പോൾ Cl2 എന്നായിട്ട് മാറും. ഓക്കെ, ഒരു Cl മാത്രമാണെങ്കിൽ ഒരു ഇലക്ട്രോൺ, അപ്പോൾ വെറും Cl-ലേക്കാരം. 2 Cl- ആയതുകൊണ്ട് 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, അപ്പോൾ Cl2 എന്നായിട്ട് മാറും. ഇത് ബൈഹാർട്ട് ചെയ്ത് പോവുക. ഇത് തന്നെയാണ് അടുത്ത വൈദ്യുത വിശ്ലേഷണത്തിലും പറയുന്നത്. ഇനി നോക്കുക റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയത്തിനാണ്. അപ്പോൾ ഇവിടെ 2 Cl എടുത്തുകൊണ്ട് നമുക്ക് 2 Na എടുക്കാം. അപ്പം 2Na++ സ്വീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആരോ കണ്ടോ ഉറപ്പിക്കുക ഓക്സിഡേഷൻ, പ്ലസ് കണ്ടോ ഉറപ്പിക്കുക റിഡക്ഷൻ. പ്ലസ് സ്വീകരിക്കുകയാണ്, ആരോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ 2Na++ ഇലക്ട്രോണെ സ്വീകരിക്കുകയാണ്, അഥവാ 2 ഇലക്ട്രോൺ. അപ്പോൾ എന്തായിട്ട് മാറി? 2Na എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ 2 Cl- എന്നുള്ള അയോണ് Cl2 എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. 2 Na+ എന്നുള്ള അയോണ് Na എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിനെ റിലീസ് ചെയ്തു. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് വിഘടിച്ചു, എന്നിട്ട് പോസിറ്റീവ് ഭാഗത്തേക്ക് അതിൻ്റെ നെഗറ്റീവായ Cl, അഥവാ ആനോഡിൻ്റെ ഭാഗത്തേക്ക് Cl-, നെഗറ്റീവിൻ്റെ ഭാഗത്തേക്ക് Na+. വിപരീത ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ Cl ആണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ Na ആണ്. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്ത് പോവാം. ഒരു Cl ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ, അപ്പോൾ Cl. 2 Cl ആണെങ്കിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, Cl2. ഇനി ആരാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? Na ആണ്. അപ്പം 2Na+, 2 Na+ ഉള്ളതുകൊണ്ട് 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഒരു Na+ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുള്ളൂ. ഇവിടെ 2 Na+ ഉണ്ട്, അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു, അപ്പോൾ 2Na എന്നായിട്ട് മാറി. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ഭാഗം സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. ഇവിടെ ശ്രദ്ധിക്കുക, ബീക്കറിൽ തന്നിട്ടുള്ളത് Cl- OH- Na+H3O+. കറണ്ട് കടത്തിവിട്ടപ്പോൾ ഇതിൻ്റെ ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ, അഥവാ വിപരീത ചാർജുകൾ. ഇവിടെ ആനോഡുണ്ട്, ഇവിടെ കാഥോഡുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ചാർജസ് തമ്മിൽ എന്തുണ്ടാവുള്ളൂ? അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ Na+ ഉണ്ട്, H3O+ ഉണ്ട്, Cl- ഉണ്ട്, OH- ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലസിൻ്റെ ഭാഗത്തേക്ക് മൈനസ്, അഥവാ നെഗറ്റീവ് ഭാഗങ്ങളെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആനോഡിലേക്ക് നെഗറ്റീവായിട്ടുള്ള Cl- അട്രാക്റ്റ് ചെയ്യും. അടുത്തത് OH- അട്രാക്റ്റ് ചെയ്യും. അടുത്ത കാഥോഡിലേക്ക്, കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ചാർജായ പോസിറ്റീവാണ് അട്രാക്റ്റ് ചെയ്യുക. ദാറ്റ് ബിക്കംസ് Na+ ആൻഡ് H3O+. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ചാർജസ് തമ്മിൽ അട്രാക്റ്റ് ഉണ്ടാവും. പോസിറ്റീവിൻ്റെ ഭാഗത്ത് നെഗറ്റീവായ Cl- പോയി, OH- പോയി. ഇനി കാഥോഡ് നെഗറ്റീവിൻ്റെ ഭാഗത്തേക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ചാർജസ് ആയ Na+ വന്നു, H3O+ വന്നു. അപ്പോൾ ഓക്സിഡേഷൻ OH-നേക്കാളും കൂടുതൽ സാധ്യത, അഥവാ പ്രവണത, ഏറ്റവും ടെൻഡൻസിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ Cl ആണ്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ ക്ലോറിൻ്റെ സംഭവം. ഞാൻ പറഞ്ഞു ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ഇവിടെ ആവശ്യമാണ്, ഇവിടെ ആവശ്യമാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ ഭാഗത്തും ആവശ്യമാണ്, സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിനും ആവശ്യമാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം, Cl gives
ഒരു ഇലക്ട്രോൺ പ്ലസ് സി എൽ. ഒരു സി എൽ ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുള്ളൂ, അപ്പോൾ ഒരു സി എൽ. ഇനി രണ്ട് സി എൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോണായി? കാരണം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും? Cl2 എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറും. അപ്പോൾ 2Cl- എന്ന് പറഞ്ഞ അയോൺ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cl2 എന്ന് പറഞ്ഞ ആറ്റമായിട്ട് മാറി. ഇനി രണ്ടാമത്തെ റിഡക്ഷൻ, നിരോക്സീകരണം ഇവിടെ തന്നത് കാഥോഡ്. അഥവാ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനോഡിനേക്കാരം, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാഥോഡിനേക്കാരം. അപ്പോൾ ഓക്സിഡേഷൻ നമുക്ക് കിട്ടി. OHനും Cl-നും തമ്മിൽ ഏറ്റവും കൂടുതൽ പ്രവണത ആർക്കാ ചോദിച്ചാൽ Cl-നാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമുക്ക് കിട്ടി. ഇനി റിഡക്ഷൻ, കാഥോഡിൽ Na+H3O+, ഇവ രണ്ടും പോസിറ്റീവാണ്. എങ്കിലും പ്രവണത നമുക്ക് എന്താക്കിയെടുക്കാം? H2O ജലമാക്കിയെടുക്കാം. അപ്പം ഒരു H2O എടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെറും ഹൈഡ്രജനാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താക്കിയെടുക്കുക? 2 H2O, 2H2O പ്ലസ് 2 ഇലക്ട്രോൺ. 2 H2O 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് H2 + 2OH-. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ Cl-ഉം OH-നും തമ്മിൽ പ്രവണത നോക്കുകയാണെങ്കിൽ Cl-നാണ്. 2 Cl ആയതുകൊണ്ട് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അപ്പോൾ Cl2. ഇനി നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ Na+ഉം H3O+നും പ്രവണതയുണ്ട്, അഥവാ അവ രണ്ടും പോസിറ്റീവാണ്. എങ്കിലും നമ്മൾ എന്താക്കിയെടുക്കാം? ജലമാക്കിയെടുക്കാം. വെറും അഥവാ H2O ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു H ഉണ്ടാവുള്ളൂ, ഒരു OH ഉണ്ടാവുള്ളൂ. അഥവാ ഡയാറ്റോമിക് സ്റ്റേബിൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് H2 എന്ന് കിട്ടണം. അഥവാ ക്ലോറിൻ ആണെങ്കിൽ നമുക്ക് 2 കിട്ടണം. O2, F2, N2 അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2H2O 2 H2O 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പോൾ H2 ഹൈഡ്രജനെ റിലീസ് ചെയ്യും, 2OH കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നവ വിപരീത ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഈ ക്ലോറിൻ്റെത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇതിലുള്ള അതുപോലെ തന്നെയാണ് നിങ്ങൾ SLC എക്സാമിനും ചോദിക്കുക. ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതേ നിങ്ങൾക്ക് വരുള്ളൂ ഈ 2 ഭാഗങ്ങൾ വൈദ്യുത വിശ്ലേഷണത്തിൽ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അതാണ് കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. അപ്പം Cl നന്നായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ Na-ൻ്റെ ഭാഗവും H2-ൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ചാപ്റ്ററിൻ്റെ പേര് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രം. ആ ക്രിയാശീല ശ്രേണി നന്നായിട്ട് പഠിക്കുക. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും ക്രിയാശീലം കൂടുകയാണ്, താഴോട്ട് പോകുന്തോറും ക്രിയാശീലം കുറയുകയാണ്. അപ്പോൾ വാട്ടറായിട്ടുള്ള പഠിച്ചു, എയർ ആയിട്ടുള്ള പഠിച്ചു, ആസിഡുമായിട്ടുള്ളതും പഠിച്ചു. നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ് ആദേശ രാസപ്രവർത്തനം, ഗാൽവാനിക്സിലും. നന്നായിട്ട് പഠിക്കുക. ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെയാണ് ആദേശം ചെയ്യുക. എപ്പോഴും ആനോഡിനാണ് എന്ത് നടക്കുക? എപ്പോഴും ക്രിയാശീലം കൂടിയതിനാണ് എന്ത് നടക്കുക? ഓക്സിഡേഷൻ. എപ്പോഴും ക്രിയാശീലം കുറഞ്ഞതിനാണ് എന്ത് നടക്കുക? റിഡക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ആദേശ രാസപ്രവർത്തനം. രണ്ടാമത് ഗാൽവാനിക് സെൽ. ആ സെല്ല് വരക്കാൻ നന്നായിട്ട് പഠിക്കുക. സെല്ല് ആനോഡ് ഉണ്ടാവും, കാഥോഡ് ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്താണ് ഇലക്ട്രോപ്ലേറ്റിങ്ങും പഠിച്ചു. ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞാൽ ഇട്ടുവെച്ച ലായനി ഏതാണോ ആ ഇട്ടുവെച്ച ലായനിയും ഇട്ടുവെച്ച ലോഹം. കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്. ലാസ്റ്റത്തെ ഭാഗമാണ് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം. 2 തരത്തിലാണ്, ഉരുകിയ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് ലായനിയും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.